ഷാർജയിൽ നടന്ന കുട്ടികളുടെ വായനോത്സവം സമാപിച്ചു. ഇന്ത്യയടക്കം 15 രാജ്യങ്ങളിൽ നിന്നുള്ള പുസ്തക പ്രസാധകരാണ് മേളയിൽ പങ്കെടുത്തിരുന്നത്. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക്. വായനയിലൂടെ വെളിച്ചം പരത്തുക എന്ന പ്രമേയത്തിലാണ് ഷാർജയിൽ കുട്ടികളുടെ വായനോത്സവം സംഘടിപ്പിച്ചത്. ഷാർജ എക്സ്പോ സെന്ററിലായിരുന്നു പരിപാടി. 11 ദിവസങ്ങളിലായി നടന്ന കുട്ടികളുടെ വായനോത്സവത്തിൽ ഇന്ത്യ ഉൾപ്പെടെ 15 രാജ്യങ്ങളിൽ നിന്നായി 130ഓളം പ്രസാധകരാണ് പങ്കെടുത്തത്. കുട്ടികൾക്ക് മാത്രമായുള്ള 1245 സാംസ്കാരിക പരിപാടികളും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിരുന്നു. ഷാർജ ബുക്ക് അതോറിറ്റിയാണ് കുട്ടികൾക്കായി വായനോത്സവം സംഘടിപ്പിച്ചത്. 11 ദിവസം നീണ്ടുനിന്ന വായനോത്സവത്തിൽ അറബിക്, ഇംഗ്ലീഷ് പുസ്തകങ്ങളുടെ പ്രദർശനം, വിൽപ്പന എന്നിവയും 1500ഓളം കലാശാസ്ത്ര വിനോദ പരിപാടികളും അരങ്ങേറി. വായനോത്സവം വൻ വിജയമായിരുന്നുവെന്നും കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ പേർ പങ്കെടുത്തെന്നും ഷാർജ ബുക്ക് അതോറിറ്റി ചെയർമാൻ അഹമ്മദ് റക്കാത്ത് അക്കാമിരി പറഞ്ഞു. വരും വർഷങ്ങളിലും കൂടുതൽ വിപുലമായി വായനോത്സവം സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, ദുബായ്. 2020 ദുബായ് എക്സ്പോയ്ക്കുള്ള UAEയുടെ പവലിയന്റെ രൂപരേഖയ്ക്ക് നാഷണൽ മീഡിയ കൌൺസിൽ അംഗീകാരം നൽകി. ആർക്കിടെക്ട് സാന്റിയാഗോ കലത്രാവയുടെ രൂപരേഖയാണ് UAE പവലിയനായി തെരഞ്ഞെടുത്തതെന്ന് നാഷണൽ മീഡിയ കൌൺസിൽ വ്യക്തമാക്കി. ദേശീയ പക്ഷിയായ പ്രാപ്പിഡിയന്റെ മാതൃകയിലാണ് പവലിയൻ ഒരുങ്ങുക. നാഷണൽ മീഡിയ കൌൺസിൽ എക്സ്പോ 2020 ദുബായ് സംഘം, മസ്ദർ, ഇമാർ എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഉൾപ്പെട്ട ജൂറിയാണ് രൂപരേഖ അംഗീകരിച്ചത്. 7 മാസമായി നടത്തിയ രൂപരേഖ മത്സരത്തിന് ശേഷമാണ് സ്പാനിഷുകാരനായ സാന്റിയാഗോയുടെ ഡിസൈൻ തെരഞ്ഞെടുത്തത്. ഒമാനിലെ സലാലയിൽ കൊല്ലപ്പെട്ട മലയാളി നഴ്സ് ചിക്കു റോബർട്ടിന്റെ മൃതദേഹം നാളെ പുലർച്ചെ കൊച്ചിയിലെത്തിക്കും. പുലർച്ചെ 6 മണിയോടെ മൃതദേഹം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിക്കും. തുടർന്ന് 10 മണിയോടെ അങ്കമാലി കറുകുറ്റിയിലെ വീട്ടിൽ പൊതുദർശനത്തിന് വയ്ക്കും. വൈകിട്ട് 3 മണിക്ക് കറുകുറ്റി ക്രിസ്തുരാജ ആശ്രമം പള്ളിയിലാണ് സംസ്കാരം. അതേസമയം ചിക്കുവിന്റെ ഭർത്താവ് ലിൻസന് ഇന്ത്യയിലേക്ക് പോകാൻ പോലീസ് അനുമതി നൽകിയിട്ടില്ല. അന്വേഷണം സംബന്ധിച്ച നടപടിക്രമങ്ങളുടെ ഭാഗമായി ലിൻസന് ഒമാനിൽ തന്നെ തുടരേണ്ടി വരുമെന്നാണ് സൂചനകൾ. സൗദിയിലെ ട്രാഫിക് നിയമങ്ങളും ശിക്ഷകളും പരിഷ്കരിക്കുമെന്ന് സൗദി ട്രാഫിക് ഡയറക്ടർ കേണൽ അബ്ദുള്ള ഹസൻ അൽ സഹ്റാനി അറിയിച്ചു. 2009 നിയമവും ശിക്ഷാ നടപടികളുമാണ് ഇപ്പോൾ തുടരുന്നത്. ട്രാഫിക് നിയമത്തിൽ കാലോചിതമായ മാറ്റം ആവശ്യമാണ്. കൂടുതൽ അപകടകരമായ 11 നിയമലംഘനങ്ങൾ കണ്ടെത്തി പിടികൂടുന്നതിന് സൗദി ട്രാഫിക് പോലീസ് റോഡുകളിൽ ശക്തമായ നിരീക്ഷണം നടത്താറുണ്ട്. മണിക്കൂറിൽ 160 കിലോമീറ്ററിൽ കൂടുതൽ വാഹനം ഓടിക്കുന്നത് പൊതുസുരക്ഷയ്ക്ക് ഭീഷണിയാണ്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള വാഹനങ്ങൾ നിയമലംഘനങ്ങളുടെ പിഴകൾ അടയ്ക്കാതെ രാജ്യം വിടാൻ സമ്മതിക്കില്ലെന്നും ഇതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. UAEയിലെ പട്ടാമ്പിക്കാരുടെ കൂട്ടായ്മയായ ഇമാറാത്ത് പട്ടാമ്പിയുടെ സംഗമം മെയ് 6 വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് ദുബായ് സബീൽ പാർക്കിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. നവോദയ 14ാം വാർഷികത്തോടനുബന്ധിച്ച് ദമാം ടൗൺ നവോദയയുടെ കീഴിലുള്ള റാബിയ കുടുംബവേദി ചിലങ്ക 2016 എന്ന പ്രവാസി സംഗമം സംഘടിപ്പിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് ഷാജുവിന്റെ അധ്യക്ഷതയിൽ നവോദയ രക്ഷാധികാരി ആസാദ് തിരൂർ ഉദ്ഘാടനം ചെയ്തു. പുതിയൊരിന്ത്യ, പുതിയ കേരളം, മാറ്റത്തിനായി പ്രവാസിയും എന്ന വിഷയത്തെ അധികരിച്ച് നടത്തിയ പ്രഭാഷണത്തിൽ പ്രവാസി കുടുംബങ്ങൾ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ശക്തമായ മുന്നേറ്റം ഉണ്ടാക്കുന്നതിന് അവരുടേതായ സംഭാവനകൾ നൽകണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. ജോലിക്കിടെ അപകടം പറ്റി വിദഗ്ധ ചികിത്സയ്ക്കായി നാട്ടിലേക്ക് പോകുന്ന നവോദയ അൽ ഹസ സൽഹിയ യൂണിറ്റ് അംഗവും കൊല്ലം ചിന്നക്കട സ്വദേശിയുമായ അയ്യപ്പൻ നീലകണ്ഠനുള്ള വിമാന ടിക്കറ്റ് യൂണിറ്റ് സെക്രട്ടറി ഷിഹാബുദ്ദീൻ കൈമാറി. ഏരിയ ജോയിന്റ് സെക്രട്ടറി ജയപ്രകാശ്, ഹുഫൂഫ് മേഖലാ സെക്രട്ടറി സലീം ആറാട്ടുപുഴ, യൂണിറ്റ് പ്രസിഡന്റ് ബാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. പീപ്പിൾ എക്സ്ക്ലൂസീവ്. സംസ്ഥാനത്ത് അനധികൃത ബാറുകൾ പ്രവർത്തിക്കുന്നതായി പീപ്പിൾ വാർത്താ സംഘത്തിന്റെ കണ്ടെത്തൽ. 5 സ്റ്റാർ ബാർ ലൈസൻസിന്റെ മറവിൽ 5 സ്റ്റാർ ഹോട്ടലുകളിലാണ് അനധികൃത ബാറുകൾ പ്രവർത്തിക്കുന്നത്. ബാറുകളുടെ നിയമലംഘനത്തിന്റെ തെളിവുകൾ പീപ്പിൾ TV പുറത്തുവിട്ടു. എന്നാൽ അനധികൃതമായി ഒന്നുമില്ലെന്ന് ലേക്ക് പാലസ് അധികൃതർ വ്യക്തമാക്കി. റെസ്റ്റോറന്റ്, ബാർ തന്നെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഹോട്ടൽ ഫുഡ് ആൻഡ് ബിവറേജസ് ഡയറക്ടർ മനോജ് കുമാർ KS പറഞ്ഞു. സംസ്ഥാനത്ത് 5 സ്റ്റാർ ഹോട്ടലുകളിൽ അനധികൃത ബാറുകൾ പ്രവർത്തിക്കുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പീപ്പിൾ വാർത്താ സംഘം സത്യാവസ്ഥ തേടിയിറങ്ങിയത്. തിരുവനന്തപുരം കഠിനംകുളത്തുള്ള ലേക്ക് പാലസ് ഹോട്ടലിലെത്തിയ ഞങ്ങൾ ആദ്യം ബാറിന്റെ കാര്യം റിസപ്ഷനിൽ ചോദിച്ചു. അവിടെയുണ്ടായിരുന്ന ജീവനക്കാരൻ എക്സിക്യൂട്ടീവ് ബാറിലേക്കാണ് ഞങ്ങൾക്ക് വഴികാട്ടിയത്. എക്സിക്യൂട്ടീവ് ബാറിലെത്തിയപ്പോൾ അവിടെ യാതൊരു വിദേശ മദ്യവും എക്സിബിറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. സംശയം കൊണ്ട് ചോദിച്ച ഞങ്ങളോട് ലോക്കൽ ബാർ തൊട്ടടുത്ത റൂമിലുണ്ടെന്നും അവിടെ പോകുന്നതാണ് സാമ്പത്തികമായി ലാഭമെന്നും ബാർ ജീവനക്കാരൻ പറഞ്ഞു. ലോക്കൽ ബാറിലെത്തിയ ഞങ്ങളെ ഞെട്ടിച്ചത്
5 സ്റ്റാർ ഹോട്ടലിൽ പ്രവർത്തിക്കുന്ന ലോക്കൽ ബാറിന്റെ പോലും നിലവാരമില്ലാത്ത കൗണ്ടറിൽ നിന്നുപോലും മദ്യപിക്കുന്നവരുടെയൊക്കെ നിറഞ്ഞ സാന്നിധ്യമുള്ള ബാറിന്റെ കാഴ്ചയായിരുന്നു. ഇവിടെ മദ്യം വേണമെങ്കിൽ ആദ്യം കൗണ്ടറിൽ പോയി ആവശ്യമുള്ള മദ്യത്തിന്റെ പേര് പറഞ്ഞ് പണം നൽകി ബില്ല് വാങ്ങണം. അതിനുശേഷം ഈ ബില്ലുമായി മദ്യം വിളമ്പുന്ന കൗണ്ടറിലെത്തി മദ്യം വാങ്ങി അവിടെ നിന്ന് കഴിക്കുകയോ മുൻവശത്തിട്ടിരിക്കുന്ന കസേരകളിലിരുന്ന് കഴിക്കുകയോ ചെയ്ത് മടങ്ങണം. നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളികളാണ് ദിവസവും ഈ സ്റ്റാർ ഹോട്ടലിന്റെ പുറത്തുള്ള ഊടുവഴിയിലൂടെ മദ്യപിക്കാനായി എത്തുന്നത്. മദ്യത്തിന്റെ ബില്ല് ചോദിച്ച ഞങ്ങൾക്ക് ഒരു തുണ്ടുകടലാസിൽ തുക രേഖപ്പെടുത്തി ജീവനക്കാരൻ നൽകുകയായിരുന്നു. കൂടുതൽ പേരും ഇവിടെ നിന്ന് മദ്യം പാഴ്സലായി വാങ്ങി മടങ്ങുന്നതും ഞങ്ങളുടെ ഒളിക്യാമറയിൽ പതിഞ്ഞു. അതേസമയം ഹോട്ടൽ ലേക്ക് പാലസിൽ 2 ബാർ ഉണ്ടെന്നതും ബാറിലേക്ക് പ്രത്യേക വഴിയുണ്ട് എന്ന കാര്യവും ബാറിലെ ഫുഡ് ആൻഡ് ബിവറേജസ് ഡയറക്ടർ മനോജ് കുമാർ തന്നെ സമ്മതിക്കുന്നു. പിന്നെ പോരാത്തതിന് പുറത്ത് ഒരു പ്രത്യേക ബാർ അല്ലേ? പ്രത്യേക ബാർ, അതാണ് യഥാർത്ഥ ബാർ ഞങ്ങളെ. അതിന്റെ ബാറിൽ നമ്മുടെ സാധാരണ നമ്മുടെ റെസ്റ്റോറന്റിന്റെ ഹോട്ടലിന്റെ ബാക്ക് സൈഡിൽ വഴിയുള്ള ഇതാണ്. നിങ്ങളുടെ എക്സിക്യൂട്ടീവ് ബാറിലും ഈ ബാറിലും മദ്യത്തിന് ഒരേ വിലയാണോ? നമുക്കത് ഒരു ഡിസ്കൗണ്ടഡ് റേറ്റിലാണ് അവിടെ കൊടുക്കുന്നത്. എക്സൈസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് 15 കിലോമീറ്റർ ദൂരത്തിലും കടനംകുളം പോലീസ് സ്റ്റേഷനിൽ നിന്ന് 300 മീറ്റർ അകലെയുമാണ് ഈ നിയമലംഘനം നടക്കുന്നത്. കൊച്ചി, കൊല്ലം തുടങ്ങിയ ജില്ലകളിലും ഇത്തരത്തിൽ അനധികൃത ബാറുകൾ പ്രവർത്തിക്കുന്നുണ്ട്. രാവിലെ 7:30 പ്രവർത്തനം ആരംഭിക്കുന്ന ഈ ബാറാണ് 5 സ്റ്റാർ കാറ്റഗറിയിൽപ്പെട്ട സർക്കാർ ലൈസൻസ് കൊടുത്ത് ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. എക്സൈസ് അധികാരികളും അതുപോലെ മറ്റെല്ലാവരും കണ്ണടച്ചുകൊണ്ടുള്ള ഒരു സമീപനം തന്നെയാണ് ഇതിനുള്ളിൽ ഒന്നതും ശ്രദ്ധേയമാണ്. ക്യാമറാമാൻ ദേവദത്തിനൊപ്പം സുനിൽ അരിമാനം. അതേസമയം 5 സ്റ്റാർ ഹോട്ടലുകളിൽ അനധികൃത മദ്യവിതരണ കൗണ്ടറുകൾ പാടില്ലെന്നും ബാറിൽ പ്രവേശിക്കുന്നതിന് മാത്രമായി പ്രത്യേക വഴി ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണെന്നും എക്സൈസ് കമ്മീഷണർ അനിൽ സേവ്യറും എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ സലീം കുമാറും വ്യക്തമാക്കുന്നു. സംസ്ഥാനത്തെ എല്ലാ 5 സ്റ്റാർ ഹോട്ടലുകളിലെ ബാറുകളിലും ബിയർ ആൻഡ് വൈൻ പാർലറുകളിലും കൃത്യമായി പരിശോധന നടത്തുന്നുണ്ടെന്ന വാദമാണ് എക്സൈസ് കമ്മീഷണറും അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ എൻഫോഴ്സ്മെന്റ് വിഭാഗവും അനധികൃത ബാറുകളുടെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മുന്നോട്ട് വെച്ചത്. 5 സ്റ്റാർ ഹോട്ടലുകളിൽ മദ്യവിതരണ കൗണ്ടർ സംവിധാനം പാടില്ലെന്നും ബാറിന്റെ പ്രവേശന കവാടമായി ഊടുവഴി പാടില്ലെന്നും എക്സൈസ് കമ്മീഷണർ അനിൽ സേവ്യർ പറയുന്നു. പ്രത്യേക വഴിയൊക്കെ അങ്ങനെ ചെയ്യാൻ പ്രൊവിഷൻ അങ്ങനെയൊന്നും ഇടാൻ പറ്റത്തില്ല. വഴിയൊന്നും ഇടാൻ പറ്റത്തില്ല. അതായത് ഒരു ഒറ്റ ആ ഹോട്ടലിൽ ഒറ്റ ഇതായിരിക്കും, അതിനകത്ത് ഓരോ അവര് പൈസ അടച്ചിട്ട് ഓരോ സെക്ഷനിലും മദ്യം കൊടുക്കാന്നുള്ളത്. അതെ അതെ. അല്ലാതെ പ്രത്യേകിച്ച് ഒരു കൗണ്ടർ തുടങ്ങിയിട്ട് അവിടെ വേറൊരു എൻട്രി പാടില്ല. അതേസമയം അനധികൃത ബാറുകളുടെ പ്രവർത്തനം ശ്രദ്ധയിൽപ്പെട്ടാൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും ബാർ പൂട്ടിക്കുമെന്നും ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ എൻഫോഴ്സ്മെന്റ് വിഭാഗം സലീം കുമാർ വ്യക്തമാക്കുന്നു. സാർ, അപ്പൊ ഒരു സംശയം, നമ്മൾ ഈ 5 സ്റ്റാർ ഹോട്ടലില്ലേ സാറേ, നമ്മൾ ഈ കൗണ്ടർ പാടുണ്ടോ? അങ്ങനെ അത് എന്റെ നിയമം അങ്ങനെ അല്ല, അതിൽ പെർമിറ്റിൽ പറയുന്നുണ്ട് കൗണ്ടർ, അതിൽ കൗണ്ടർ വരില്ല, പക്ഷെ വരാൻ സാധ്യതയില്ല. അതിൽ നമ്മൾ റൂളില് പെർമിറ്റ് കൊടുക്കുന്നതിൽ ഈ കൗണ്ടർ ബാറിൽ ഉണ്ടാവില്ല. കൗണ്ടർ 5 സ്റ്റാറിൽ വരില്ല. കാര്യം കൗണ്ടർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം അവിടെ വരില്ല. കാര്യം അവിടെ വരുന്ന എല്ലാവരും VIP ആൻഡ് VVIP മോഡലാണല്ലോ. അവരാരും ഈ കൗണ്ടറിൽ പോകാൻ സാധ്യത ഇല്ല എന്നാണ് എന്റെ അറിവ്. അങ്ങനെ പരിശോധന നടത്തിയിട്ടുണ്ടോ സാർ? തിരുവനന്തപുരത്ത് അങ്ങനെ വല്ല നടക്കുന്നതായിട്ട് വല്ല അറിവിൽപ്പെട്ടിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു നടത്തി എന്നുള്ളതാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഈ അടുത്ത സമയത്ത് ഏതോ ഒരു 5 സ്റ്റാറില് ഒരു പ്രത്യേക കൗണ്ടർ തുടങ്ങി പോലീസ് അടച്ചല്ലോ, തൃശ്ശൂരാ. തിരുവനന്തപുരത്ത് ഏതെങ്കിലും ഉണ്ടോ സാറ്? ഇല്ല. അതിനുശേഷം ഇതെല്ലാം പിന്നെ പരിശോധനയ്ക്ക് വിധേയമായിട്ടുണ്ട്. കൗണ്ടർ ഓപ്പൺ ചെയ്യില്ല. കൗണ്ടർ ഓപ്പൺ ചെയ്ത് നമ്മൾ അറിഞ്ഞാൽ അപ്പോഴേ കൂട്ടിക്കും. എന്നാൽ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പരിശോധന ശക്തമാക്കിയിട്ടുണ്ടെന്ന് പറയുന്ന എക്സൈസ് ഉദ്യോഗസ്ഥർ ഹോട്ടൽ ലേക്ക് പാലസിലെ ഈ അനധികൃത ബാറിന് നേരെ കണ്ണടയ്ക്കുകയാണ്. ബാറുകളിലും ബിയർ ആൻഡ് വൈൻ പാർലറുകളിലും കൃത്യമായി പരിശോധന നടത്തുന്നുവെന്ന എക്സൈസ് ഉദ്യോഗസ്ഥരുടെ വാദമാണ് ഈ ഹോട്ടൽ ലേക്ക് പാലസിലെ അനധികൃത ബാറിന്റെ പ്രവർത്തനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മദ്യദുരന്തം ഉണ്ടാകുമ്പോഴായിരിക്കും ഇത്തരം ഉദ്യോഗസ്ഥർ ശക്തമായ നിയമ നടപടികളിലേക്ക് പോവുക. ക്യാമറാമാൻ ദേവദത്തിനൊപ്പം സുനിൽ അരിമാനം. പുതിയ 6 5 സ്റ്റാർ ബാറുകൾക്ക് അനുമതി നൽകിയതിന് പിന്നിൽ കോടികളുടെ അഴിമതിയുണ്ടെന്ന് ബാർ ഓണേഴ്സ് അസോസിയേഷൻ വർക്കിംഗ് പ്രസിഡന്റ് ബിജു രമേശ് പറഞ്ഞു. ലോക്കൽ ബാറുകൾ പ്രവർത്തിക്കുന്നതിന് പിന്നിലും അഴിമതി നടന്നിട്ടുണ്ടെന്നും ബിജു രമേശ് പറഞ്ഞു. പ്രവർത്തിക്കുന്നതായി കാണിച്ചുകൊണ്ട് വരികയും പക്ഷേ നടപടികളൊന്നും ഇല്ലാത്ത രീതിയിൽ അത് പോവുകയും ചെയ്തു. ഇപ്പൊ തന്നെ 6 ഹോട്ടലുകൾ ലൈസൻസുകൾ നൽകിയിട്ടുള്ളത് എത്ര കോടി രൂപ സംഭാവന മേടിച്ചിട്ടാണെന്നുള്ളത് പരക്കെ ഒരു സംഭാഷണമായിട്ടുള്ള ഒരു വിഷയമാണ്. ഈ 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് ലൈസൻസ് ആക്കിയതിനു ശേഷവും അതിനു മുമ്പ് ലൈസൻസ് നൽകിയപ്പോൾ 25 ലക്ഷം രൂപയായിരുന്നു കെ ബാബുവിന് വേണ്ടി ബിനോയ് വഴി വാങ്ങിയിരുന്നത്. അതിനുശേഷം ഇപ്പൊ വാങ്ങിയതൊക്കെ 2-3 കോടിയൊക്കെയാണ് കണക്കുകൾ പറഞ്ഞു കേൾക്കുന്നത്. അതിന്റെ വ്യക്തതയായിട്ടുള്ള എമൗണ്ട് കിട്ടിയിട്ടില്ല. ഇനി കൊടുത്തവർ പറയത്തുമില്ല. കാര്യം അവർക്ക് ലൈസൻസ് കിട്ടി.
ഈ വാങ്ങിയവരാരും സമ്മതിക്കത്തുമില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഴിമതിയും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എനിക്കെതിരെ അടുത്തൊരു കേസ് കൂടി വരാനുള്ള സാധ്യത മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ഈ പൈസകൾ കോടികൾ അവരെ വാങ്ങിയത് കൊണ്ടാണ് അവർക്ക് ഈ ലോക്കൽ ബാർ തുടങ്ങാനുള്ള മൗന സമ്മതം നൽകി പ്രവർത്തിക്കുന്നത്. AICC അംഗം ഷാഹിദ കമാൽ CPIMലേക്ക്. ന്യൂനപക്ഷ വനിതകൾക്ക് കോൺഗ്രസിൽ കടുത്ത അവഗണനയെന്ന് ഷാഹിദ കമാൽ പറഞ്ഞു. കൊല്ലം ചവറയിലെ CPIM വേദിയിൽ ഷാഹിദ കമാൽ പ്രസംഗിച്ചു. നാടകീയമായിട്ടായിരുന്നു ഷാഹിദ കമാലിന്റെ പാർട്ടി മാറ്റം. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പങ്കെടുത്ത ചവറയിലെ LDF സ്ഥാനാർത്ഥി വിജയൻപിള്ളയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനായിരുന്നു വേദി. ആദ്യം കോടിയേരി എത്തി. തൊട്ടുപിന്നാലെ പ്രകടനവുമായി ഷാഹിദയും സംഘവും ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് കടന്നുവന്നു. സംസ്ഥാനത്തെ അഖിലേന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു നേതാവായ AICC മെമ്പറായ ഇപ്പോൾ AICC മെമ്പറും KPCC എക്സിക്യൂട്ടീവുമായ ഷാഹിദ കമാൽ CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഷാഹിദ കമാലിനെയും പ്രാദേശിക കോൺഗ്രസ് നേതാവായ ഡോക്ടർ രാമഭദ്രൻ ഉൾപ്പെടെയുള്ളവരെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തു. CPIMലെത്തിയ ഷാഹിദ കോൺഗ്രസ് പാർട്ടിയെയും ഉമ്മൻചാണ്ടി സർക്കാരിനെയും രൂക്ഷഭാഷയിൽ വിമർശിച്ചു. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും മത്സരിച്ചിട്ടുള്ള ഷാഹിദ കഴിഞ്ഞ കുറച്ചു കാലമായി കോൺഗ്രസുമായി അകന്നു കഴിയുകയായിരുന്നു. അഴീക്കോട് മണ്ഡലത്തിലെ നാറാത്ത് നിന്നും 15 ലീഗ് പ്രവർത്തകർ LDFലേക്ക്. നികേഷ് കുമാറിന് നൽകിയ സ്വീകരണ ചടങ്ങിൽ CPIM 15 പേർക്കും സ്വീകരണം നൽകി. ന്യൂനപക്ഷ സംരക്ഷണം CPIMനെ സാധ്യമാകൂ എന്ന വിശ്വാസത്തിലാണ് പാർട്ടി മാറുന്നതെന്ന് സ്വീകരണ ചടങ്ങിന് ശേഷം CPIMലേക്ക് മാറിയ ലീഗ് പ്രവർത്തകർ പറഞ്ഞു. CPIMന്റെ ഓൺലൈൻ വഴിയുള്ള സംഭാവന ശേഖരണത്തിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നടന്നു. നാടിന്റെ നന്മയ്ക്ക് നിങ്ങളുടെ സംഭാവന എന്ന ലക്ഷ്യത്തോടെയുള്ള ഓൺലൈൻ സംവിധാനത്തിന്റെ ഉദ്ഘാടനം EMSന്റെ പുത്രി ഡോക്ടർ മാലതി നിർവഹിച്ചു. കോർപ്പറേറ്റുകളുടെയും കള്ളപ്പണക്കാരുടെയും സംഭാവന വേണ്ടെന്ന് വെച്ച CPIM സംഭാവന സ്വീകരിക്കുന്നത് സുതാര്യമാക്കാനാണ് ഓൺലൈൻ സംവിധാനം കൊണ്ടുവന്നത്. www.cpimkerala.org എന്ന വിലാസത്തിലൂടെ ഇനി മുതൽ ആർക്കും CPIMന് സംഭാവന നൽകാം. നാടിന്റെ നന്മയ്ക്ക് നിങ്ങളുടെ സംഭാവന എന്നതാണ് ഓൺലൈൻ സംവിധാനത്തിന്റെ മുദ്രാവാക്യം. ഓൺലൈൻ സംഭാവന ശേഖരണത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം EMSന്റെ പുത്രി ഡോക്ടർ മാലതി നിർവഹിച്ചു. AKG സെന്ററിൽ നടന്ന ചടങ്ങിൽ തന്റെ പെൻഷൻ തുകയിൽ നിന്ന് 10,000 രൂപയാണ് ഡോക്ടർ മാലതി സംഭാവനയായി നൽകിയത്. ഓൺലൈൻ സംവിധാനം അമൂല്യമാണെന്ന് പറഞ്ഞ ഡോക്ടർ മാലതി പഴയകാല തെരഞ്ഞെടുപ്പ് ഓർമ്മകളും പങ്കുവച്ചു. അന്നത്തെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ അന്ന് ഫ്ലെക്സ് പോട്ടെ കമ്പ്യൂട്ടർ പോട്ടെ ഒന്നുമില്ല. ഈ മൈക്രോഫോൺ പോലും ഇല്ല. ഈ മെഗാഫോൺ ഉപയോഗിച്ചിട്ടാണ് അന്ന് പാർട്ടികൾ പ്രചരണം നടത്തിയിരുന്നത്. നിങ്ങൾക്കൊന്നും ഇപ്പോൾ ആലോചിക്കാൻ പോലും പറ്റില്ല അങ്ങനെ ഒരു സ്ഥിതി. പിന്നെ ഓട്ടോറിക്ഷയോ കാറോ ജീപ്പോ ഒന്നുമില്ല. പല വിധത്തിൽ നടന്നിട്ടും കാളവണ്ടിയിൽ പോയിട്ടും ഒക്കെയാണ് പ്രചരണം നടത്തിയിരുന്നത്. കാളവണ്ടിയുടെ പുറത്ത് സ്റ്റിക്കർ ഇത് നോട്ടീസ് ഒട്ടി വെച്ചിട്ടാണ് പ്രചരണം നടത്തിയിരുന്നത്. നെറ്റ് ബാങ്കിംഗ്, ഡെബിറ്റ് കാർഡ്സ്, ക്രെഡിറ്റ് കാർഡ് എന്നീ സംവിധാനങ്ങൾ ഉപയോഗിച്ച എവിടെ നിന്നും ആർക്കും ഓൺലൈനായി സംഭാവന നൽകാവുന്നതാണ്. CPIMന്റെ ഓൺലൈൻ സംവിധാനത്തിലൂടെ 20,000 രൂപയാണ് ഒരാൾക്ക് പരമാവധി സംഭാവന നൽകാൻ സാധിക്കുക. AKG സെന്ററിൽ നടന്ന ചടങ്ങിൽ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആനത്തലവട്ടമാനന്ദൻ, CP നാരായണൻ MP, ദേശാഭിമാനി അസോസിയേറ്റ് എഡിറ്റർ PM മനോജ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വിദേശ മലയാളികൾ അടക്കമുള്ളവർ CPIMന്റെ ഓൺലൈൻ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യണമെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി അറിയിച്ചു. ഇന്ത്യൻ വംശജരായിട്ടുള്ള ഇന്ത്യക്ക് പുറത്തുള്ളവർക്കും ഇന്ത്യൻ പൗരന്മാർക്കും ഇനി മൊബൈൽ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ടും കമ്പ്യൂട്ടർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടും CPIMന്റെ സംസ്ഥാന കമ്മിറ്റിക്ക് സംഭാവന അയക്കാനുള്ള ഒരു സാങ്കേതികവിദ്യ ഇപ്പോൾ വികസിപ്പിച്ച് എടുത്തിരിക്കുകയാണ്. CPIMkerala.org ഇതാണ്
CPIMൻ്റെ വെബ്സൈറ്റിൻ്റെ വിലാസം. ഈ വിലാസം ഉപയോഗിച്ചുകൊണ്ട് ഈ പരിപാടി കാണുന്ന നമ്മുടെ നാടിൻ്റെ നന്മയെ സ്നേഹിക്കുന്ന എല്ലാവരും CPIMൻ്റെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് നിങ്ങളാലായ സംഭാവന അയക്കണം എന്ന് എല്ലാ സുഹൃത്തുക്കളോടും ഞാൻ വിനയപുരസ്സരം അഭ്യർത്ഥിക്കുകയാണ്. തന്റെ ഒരു മാസത്തെ പെൻഷൻ CPIMന്റെ ഓൺലൈൻ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യുന്നതായി ശാരദ ടീച്ചർ വ്യക്തമാക്കി. വയസ്സുകാലത്ത് എനിക്ക് കിട്ടുന്ന പെൻഷൻ, എനിക്ക് മാസം എൻ്റെ ടീച്ചറായ എനിക്ക് കിട്ടുന്ന പെൻഷൻ 18,903 രൂപ. ഞാൻ വളരെ സന്തോഷത്തോടുകൂടി നമ്മൾ അധ്വാനിക്കുന്നവൻ്റെ പാർട്ടി എന്നും അധ്വാനിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ജീവിച്ചത്. അങ്ങനെയുള്ള നമ്മുടെ പാർട്ടിക്ക് വേണ്ടി ഞാൻ എൻ്റെ പെൻഷൻ തുക, ഒരു മാസത്തെ പെൻഷൻ തുക സംഭാവന ചെയ്തു. പാലക്കാട്, മലമ്പുഴ മണ്ഡലങ്ങളിൽ BJPയും കോൺഗ്രസും ഒത്തുകളിക്കുകയാണെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. പാലക്കാട് BJP സ്ഥാനാർത്ഥിയും മലമ്പുഴയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും സജീവമല്ല. ഇത് ഒത്തുകളിയുടെ സൂചനയെന്നും യെച്ചൂരി പറഞ്ഞു. മലമ്പുഴ മണ്ഡലത്തിലെ പുതുശ്ശേരി പഞ്ചായത്ത് റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു യെച്ചൂരി. And here I don't see much activity of the Congress in your constituency. So what match fixing is there or not, you must tell me. But if that is there also, you will have to vote in such a decisive manner that whatever be the match fixing. ഉമ്മൻചാണ്ടി സർക്കാർ അഴിമതിയുടെ പര്യായമായി മാറിയെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് പറഞ്ഞു. UDF സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായ വിധിയെഴുത്താവണം ഈ തെരഞ്ഞെടുപ്പെന്നും അദ്ദേഹം മൂന്നാറിൽ പറഞ്ഞു. RSS ഉയർത്തുന്ന വർഗീയ ഭീഷണിയെ തടയാൻ LDFന് മാത്രമേ കഴിയൂ എന്ന് കാരാട്ട് പറഞ്ഞു. LDF മൂന്നാറിൽ സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രകാശ് കാരാട്ട്. Finally, the Ummanchandi government has become a byword for corruption. In these 5 years, the number of corruption scandals which have been exposed, whether it is the solar panel scam, whether it is the bar bribery case, and innumerable other cases of corruption. UDFും RSSും കേരളത്തിലെ ജനവിധി ഭയക്കുകയാണെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ പറഞ്ഞു. ഇരുവിഭാഗവും വലിയ അവകാശവാദങ്ങളൊന്നും നടത്താത്തത് ജനങ്ങൾ കൈയൊഴിഞ്ഞതുകൊണ്ടാണെന്നും പിണറായി വിജയൻ മലപ്പുറം മാങ്കടയിൽ പറഞ്ഞു. ജനങ്ങൾ പൂർണ്ണമായി UDFനെ കൈയൊഴിഞ്ഞിരിക്കുന്നു. UDFന് അതുകൊണ്ട് തന്നെ ജനവിധിയെ ഭയമാണ്. ജനവിധിയെ ഭയപ്പെടുന്നത് UDF മാത്രമല്ല, ജനവിധിയെ RSSും ഭയപ്പെടുക. RSS എന്തുകൊണ്ടാണ് ഭയപ്പെടുന്നത്? RSS നേരത്തെ നല്ല ഹരത്തിലായിരുന്നു, വലിയ അവകാശവാദമൊക്കെ പുറപ്പെടുവിച്ചിരുന്നു. എന്തോ ഒരു മനക്കോട്ടെ അവർ കിട്ടിയിരുന്നു. പിന്നെ മനസ്സിലായി ഒന്നും നടക്കില്ല. ഇപ്പൊ വലിയ അവകാശവാദമൊന്നുമില്ല. ഉമ്മൻചാണ്ടിക്കെതിരെ VS അച്യുതാനന്ദൻ. വെള്ളാപ്പള്ളിക്ക് എത്ര ഭൂമി നൽകിയെന്ന് ഉമ്മൻചാണ്ടി വ്യക്തമാക്കുമോ എന്ന് VS ചോദിച്ചു. BJPക്കെതിരായ ആന്റണിയുടെ പ്രസ്താവന ഉമ്മൻചാണ്ടിയുടെ നീക്കങ്ങൾ അറിഞ്ഞിട്ടാണോ എന്ന് VS ചോദിച്ചു. BJPയുമായി കൂട്ടുകെട്ടിന് ഒരു പാലമായി വെള്ളാപ്പള്ളി നടേശനെ ഉപയോഗിക്കുകയാണ് ഉമ്മൻചാണ്ടി ചെയ്യുന്നത്. BJP ഇല്ലാത്ത ഒരു കേരള അസംബ്ലി ആയിരിക്കണം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവേണ്ടത് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഉമ്മൻചാണ്ടി വലിച്ചു കയറ്റുന്ന ചരക്കുകളെയെല്ലാം തന്നെ ശരിയായി മനസ്സിലാക്കിയിട്ടാണോ ബഹുമാനപ്പെട്ട AK ആന്റണി ഇതേപോലുള്ള കാര്യങ്ങളെല്ലാം പറയുന്നതെന്ന് ഞാൻ ചോദിക്കുകയാണ്. വെള്ളറട വില്ലേജ് ഓഫീസ് ആക്രമണ കേസിൽ പിടിയിലായ സാംകുട്ടിയുടെ ഭാര്യ പുഷ്പമ്മയുടെ വെളിപ്പെടുത്തൽ. വില്ലേജ് ഓഫീസിൽ നിന്നും സ്ഥലം പോക്കുവരവ് ചെയ്തു കിട്ടാത്തതിനെ തുടർന്ന് പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും കളക്ടർക്കും സാംകുട്ടി പരാതി നൽകിയിരുന്നു. പരാതിയുമായി അധികാരികളുടെ മുന്നിൽ സാംകുട്ടി കയറിയിറങ്ങിയത് നീണ്ട 5 വർഷമെന്നും പുഷ്പമ്മ വ്യക്തമാക്കി. കുടുംബപരമായി കിട്ടിയ സ്വത്ത് പോക്കുവരവ് ചെയ്തു കിട്ടാനായി വെള്ളറട വില്ലേജ് ഓഫീസിൽ സാംകുട്ടി കയറിയിറങ്ങിയത് കഴിഞ്ഞ 5 വർഷക്കാലമാണ്.
പോക്കുവരവ് നടത്തിക്കിട്ടാനായി 1.5 ലക്ഷത്തിലധികം രൂപ കൈക്കൂലിയായി നൽകി. വിഷയം പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, ജില്ലാ കളക്ടർ, തഹസിൽദാർ തുടങ്ങിയവരെ കത്ത് മുഖേന സാംകുട്ടി അറിയിച്ചിരുന്നു. യാതൊരു നടപടിയും ഉണ്ടായില്ല. മുഖ്യമന്ത്രിക്ക് ജനസമ്പർക്ക പരിപാടിയിലും അപേക്ഷ നൽകിയിട്ടും കാര്യമായ നടപടികളൊന്നും തന്നെയുണ്ടായില്ല. വർഷങ്ങളായി അസുഖത്തിന് ചികിത്സ തേടുന്ന സാംകുട്ടിക്ക് KSFEയിൽ നിന്നും മറ്റുമായി എടുത്ത 35 ലക്ഷം രൂപയുടെ വായ്പ തിരിച്ചടക്കാൻ ഏറെ ബുദ്ധിമുട്ടായിരുന്നു. വെള്ളറടയിലെ സ്ഥലം വിറ്റ് കടം വീട്ടാമെന്ന പ്രതീക്ഷയിലായിരുന്നെന്ന് സാംകുട്ടിയുടെ ഭാര്യ പുഷ്പമ്മ പറഞ്ഞു. 35 ലക്ഷം മൊത്തത്തിൽ കണക്ക് കൂട്ടിയപ്പോഴത്തേന് ഞങ്ങൾക്കുണ്ട്. അപ്പം അതിന്റെ മാനസികമായിട്ട് 1-2 വർഷം കൊണ്ട് ഇങ്ങനെ അനുഭവിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് 5 വർഷമായി ഞങ്ങൾ ഈ വസ്തുവിന് പുറകെ നടന്നിട്ട് കൈക്കൂലിയും കൊടുത്തിട്ടുണ്ട്. അവര് ചോദിച്ച തുകകളൊന്നും പറയണ്ട, പല വില്ലേജ് ഓഫീസറാണെന്നല്ല മാറി മാറി വരുന്നത്. കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു സാംകുട്ടി വെള്ളറട വില്ലേജ് ഓഫീസിന് തീയിട്ടത്. ഇതിൽ 11 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് സാംകുട്ടിയെ അടൂരിലെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. വിജേഷ് നടുവിൽ. CPIM ആസ്ഥാനമായ ദില്ലിയിലെ AKG ഭവനിൽ മെയ് ദിന ആഘോഷ പരിപാടികൾ നടന്നു. CPIM പോളിറ്റ് ബ്യൂറോ അംഗം ഹനൻമുള്ള പതാക ഉയർത്തി. വിവിധ കലാപരിപാടികളും അരങ്ങേറി. സാർവദേശീയ തൊഴിലാളികളുടെ അവകാശ ദിനമായ മെയ് ദിനം വിപുലമായ പരിപാടികളോടെയാണ് CPIM ആസ്ഥാനമായ AKG ഭവനിൽ ആഘോഷിച്ചത്. CPIM പോളിറ്റ് ബ്യൂറോ അംഗം ഹനൻമുള്ള പതാക ഉയർത്തി. തൊഴിലാളികളെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഭിന്നിപ്പിക്കാനും തൊഴിലാളികളുടെ അവകാശങ്ങൾ ഒന്നൊന്നായി കവർന്നെടുക്കാനും ഭരണകൂടം ശ്രമിക്കുമ്പോൾ ഇന്ത്യയിലെ തൊഴിലാളി വർഗം കൂടുതൽ ജാഗ്രത പുലർത്തുകയും സംഘടിതരാവുകയും വേണമെന്ന് ഹനൻമുള്ള പറഞ്ഞു. At the same time, working class always take into consideration the present situation of their all and of their own country, and they take program for the next year how to face this new attack of the on the working class by the ruling class. ദില്ലിയിലെ മലയാളികളുടെ സാംസ്കാരിക സംഘടനയായ ജനസംസ്കൃതി പ്രവർത്തകരുടെ വിപ്ലവ ഗാനങ്ങളും നാടൻ പാട്ടുകളും ഉൾക്കൊള്ളിച്ച കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഏകീകൃത മെഡിക്കൽ പ്രവേശന പരീക്ഷയുടെ ആദ്യഘട്ടം പൂർത്തിയായി. സംസ്ഥാനത്ത് 100ഓളം കേന്ദ്രങ്ങളിലായാണ് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയത്. കർശന പരിശോധനകൾക്ക് ശേഷമാണ് വിദ്യാർത്ഥികളെ പരീക്ഷാ കേന്ദ്രങ്ങളിൽ പ്രവേശിപ്പിച്ചത്. അതേസമയം സംസ്ഥാന പ്രവേശന പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ ഇപ്പോഴും ആശങ്കയിലാണ്.